ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഓഫീസിലത്തെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ ആണ്. ഇന്നത്തെ സെലിബ്രേഷന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പെറ്റായിട്ടുള്ള പോജോ ഇന്ന് നമ്മുടെ സെലിബ്രേഷൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓഫീസൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് ബാക്കിൽ കറക്റ്റായിട്ട്. ബാക്ക്ഗ്രൗണ്ട് മോശമായപ്പോൾ ഒട്ടിച്ചതാണ്. ഈ ഒരു ക്ലിപ്പിംഗ് ഞാൻ മുൻപത്തെ വീഡിയോ ഒന്ന് എടുത്തതാണ് കേട്ടോ. നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ഫസ്റ്റ് അത് കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് കാർട്ടിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. നമുക്ക് ക്രിസ്മസ് ട്രീ തന്നെ വന്നപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ ലുക്ക് തന്നെ മാറി. ക്രിസ്മസ് ട്രീ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. കാരണം എല്ലാവർക്കും വയ്യ. അപ്പോൾ എനിക്ക് തന്നെ തീരെ സുഖമില്ല, പനി, ജലദോഷം, സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. നടത്താൻ പറ്റുമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും എല്ലാവരും ഇപ്പോൾ സെലിബ്രേഷനൊക്കെ നടത്തുന്നു. അപ്പോൾ പിന്നെ നമ്മൾ നടത്താണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് മാത്രം നടത്തിയതാണ്. അപ്പോൾ എല്ലാ കൊല്ലവും അത് ഞങ്ങൾക്ക് ക്രിസ്മസ് അങ്ങനെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പറ്റാറില്ല. അതെന്താണെന്ന് അറിയില്ല. എല്ലാ വർഷവും എന്തെങ്കിലും ഇങ്ങനെ ഓരോ തടസ്സങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. പക്ഷെ കഴിഞ്ഞ തവണ ഞങ്ങൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ ക്ലിപ്പിംഗ് ആണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരുപോലത്തെ ഡ്രസ്സൊക്കെയാണ് സെലിബ്രേഷൻ ഇട്ടിരുന്നത്. ഇത്തവണ നമുക്ക് ഡ്രസ്സൊന്നും സെറ്റ് ചെയ്യാൻ പോലുള്ള സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പോജോ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അങ്ങനത്തെ ആ ഒരു സെറ്റപ്പ് ഭയങ്കര കൂളാണ്. പിന്നെ കേക്ക് മുറി ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും കൂടെ തന്നെ കേക്ക് മുറിച്ചു. ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ അധികം നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് വയ്യാത്ത കാരണം കൊണ്ട് അധികം നമ്മൾ ജസ്റ്റ് ½ kg വാങ്ങിച്ചുള്ളൂ, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം. അപ്പോൾ പിന്നെ ചോക്ലേറ്റ് കേക്കാണ്. പിന്നെ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും അവൈലബിൾ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് ഒബ്വിയസ്ലി ഈ ഒരു ഓപ്ഷനിലോട്ട് കടന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ തൊടിയിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ. എനിക്കിത് ഒട്ടും കഴിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കിത് കാണുമ്പോൾ കഴിക്കണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് ചെറുതായിട്ടൊക്കെ കഴിച്ചു. എന്താവുമെന്ന് അറിയില്ല. വൈകിട്ടൊക്കെ ആകുമ്പോഴേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് സെലിബ്രേഷൻ നമുക്കങ്ങനെ വിപുലമാക്കാൻ പറ്റാറില്ല. എന്തെങ്കിലും ഇങ്ങനെ ചെറിയ പരിപാടികളിൽ ഒതുക്കാറാണ് പതിവ്. കുഴപ്പമില്ല, എന്തായാലും നമുക്കൊരു സെലിബ്രേഷൻ മതിയല്ലോ, നമ്മുടെ ഒരു എൻജോയ്മെൻറ്റിനും കാര്യങ്ങൾക്കൊന്നും. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫോട്ടോഷൂട്ടിലേക്കാണ് കടന്നത്. പിന്നെ കേക്ക് നമ്മൾ എല്ലാവർക്കും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പോജോ കേക്കൊക്കെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേക്കൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നതിനിടയിൽ അവൻ ഒട്ടും ക്ഷമയുണ്ടായിരുന്നില്ല. ഭയങ്കര തിക്കുന്നവരൊക്കെയായിരുന്നു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ മുൻപ് ചെയ്തു വെച്ച കാരണം കൊണ്ട് നമുക്ക് വല്ലാണ്ട് കാര്യമായിട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറയുന്നുണ്ട്, അതൊന്നും നമ്മൾ പിന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. ഇവരൊക്കെ തന്നെയാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വ്ളോഗ് എടുക്കുന്ന ഒരു സെറ്റപ്പ് വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ഇപ്പോൾ അതിൻ്റെ ഭംഗി അനുസരിച്ചിട്ടും അങ്ങനെയൊക്കെയാണല്ലോ ഐഫോണുള്ളവരും സാംസങ് ഉള്ളവരൊക്കെ ഫോട്ടോ എടുക്കുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നല്ല രസമാണ്. ഈ ഒരു നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ, നല്ലൊരു മൂഡുണ്ട് ക്രിസ്മസിൻ്റെ. പിന്നെ നമ്മുടെ ബിൽഡിങ്ങിൽ അധികം അങ്ങനെ ആൾക്കാരും ഇങ്ങനെ ക്രിസ്മസ് ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. അപ്പോൾ 2-3 ഓഫീസിലുള്ളവർ മാത്രമാണ് ക്രിസ്മസ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഓണത്തിൻ്റെ അത്രയ്ക്ക് നമുക്കൊരു വൈബ് ഇങ്ങനെ കിട്ടില്ല. അധികം ആൾക്കാരൊന്നും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യില്ല. പിന്നെ കേക്ക് അടിപൊളി പ്രസൻറ്റേഷൻ ആയിരുന്നു, അത് പറയാണ്ടിരിക്കാൻ വയ്യ. കേക്ക് നല്ല രസമുണ്ടായിരുന്നു. ടേസ്റ്റും ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ആയ കാരണം നമുക്ക് അധികം കൊണ്ട് കഴിക്കാൻ പറ്റില്ല. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൻ്റെ പിന്നെ നമ്മൾ നേരത്തെ കണ്ടു. ഇതൊരു ഫൈനൽ വീഡിയോ ആണ് കേട്ടോ. നമ്മളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് കൊണ്ടൊരു ഫൈനൽ വീഡിയോ ആക്കി എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നല്ല രീതിക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നു, നമുക്കൊരു സന്തോഷം. നമ്മൾ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ സമയം അധികം ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ആ ഒരു പ്രക്രിയയിലോട്ട് കടന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ച് വേഗം പോന്നു. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് 2-3 ദിവസത്തേക്ക് നമുക്ക് ഓഫീസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫുഡ് അടിയോട് കൂടെ നമ്മൾ കലാപരിപാടികൾ അവസാനിപ്പിച്ച് നല്ല ഫുഡായിരുന്നു.